ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ശിവരാത്രി 2026 ചൊവ്വയ്ക്കൊപ്പം ചന്ദ്രനും ചേർന്നാൽ മഹാലക്ഷ്മി യോഗമാണ് ഉണ്ടാവുക. കണ്ണടച്ച് തുറക്കുമ്പോൾ അഷ്ടൈശ്വര്യവും ലഭിക്കുന്ന ചില രാശിക്കാരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശിവരാത്രി ദിനത്തിന് തുടക്കമാവുന്ന ഈ ഒരു പുതുവർഷത്തിൽ ജ്യോതിഷപ്രകാരം ചില മാറ്റങ്ങൾ സംഭവിക്കും. ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ചന്ദ്രനും ചൊവ്വയും നമ്മുടെ ജീവിതത്തിലെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ രണ്ട് ഗ്രഹങ്ങളും കൂടിച്ചേരുമ്പോൾ അത് ഗുണഫലമായ പലതരം മാറ്റങ്ങൾക്കും അതുപോലെ തന്നെ രാജയോഗത്തിനും ഒക്കെയാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പലപ്പോഴും ധനസമൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം ഈ രാജയോഗ നിമിത്തം ശിവരാത്രി ദിനത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ യോഗമുള്ളവർക്ക് ധനം സമ്പാദിക്കുന്നതിനും പണം മികച്ച രീതിയിൽ നിക്ഷേപിക്കുന്നതിനും ഒക്കെ ഒരു അവസരമാണ് വരാൻ പോകുന്നത്. അതുപോലെ ബിസിനസ് നേട്ടങ്ങൾ നിമിത്തം ഒരു പലവിധത്തിലുള്ള സന്തോഷകരമായ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ചൊവ്വ ഇപ്പോൾ മകരം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മഹാശിവരാത്രി ദിനത്തിൽ ചന്ദ്രനും മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൂടാതെ മകരത്തിലെ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും ഈ സംയോജനം അല്ലെങ്കിൽ കൂടിച്ചേരലാണ് മഹാലക്ഷ്മി രാജയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മഹാലക്ഷ്മി രാജയോഗം കൊണ്ടുവരുന്നതും ഈ യോഗം ഓരോ രാശികളിലും വളരെയധികം വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുക. മഹാലക്ഷ്മി യോഗത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാർക്ക് മഹാശിവരാത്രി വളരെയധികം ശുഭകരമായ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അതുകൂടാതെ അവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങൾക്കും ഈ ഒരു സമയമാറ്റങ്ങൾ ആ ഒരു സമയം തന്നെ വളരെയധികം വ്യത്യസ്തപ്പെട്ടിരിക്കും. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന് നോക്കാം. അത് നല്ല വീട്, വാഹനം, ആഡംബര വസ്തുക്കൾ വാങ്ങാനുമൊക്കെ ഏറ്റവും ഒരു അനുകൂല സമയമാണ് ഇവർക്ക്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ഈ ഒരു യോഗത്തിൽ കാണുന്നുണ്ട്. കൂടാതെ അവരുടെ ദാമ്പത്യ ജീവിത ഐശ്വര്യവും സമാധാനപരവുമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു അനുകൂല ഫലങ്ങളാണ് അവരെ നേടിയെത്തുക. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ഒരു സമയമാണ് ഈ കർക്കിടക രാശിക്കാരെ തേടിയെത്താൻ പോകുന്നത്. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ശിവരാത്രി ദിനത്തിൽ സംഭവിക്കുന്ന മഹാലക്ഷ്മി യോഗം അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരും. അതുകൂടാതെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഏത് പ്രതിസന്ധിയിലും അവർക്ക് ഉണ്ടാകും. അതായത് ഫലം ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭാഗ്യവും സമ്പത്തും അവരിൽ മികച്ച മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹാരം കാണുന്നതിന് സാധിക്കും. പഴയ കടങ്ങളൊക്കെ തന്നെ തീരുവാനും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുവാനും എല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ പരിഹാരം കാണുവാനുമൊക്കെ കടങ്ങളെല്ലാം ഇല്ലാതാക്കാനുമൊക്കെ ഈ ജീവിത നേട്ടങ്ങൾ കരസ്ഥമാക്കാനുമൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ സാധിക്കും. അടുത്തത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിക്കാർക്ക് ശിവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന മഹാലക്ഷ്മി യോഗം അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നേട്ടങ്ങളാണ് അവരെ തേടിയെത്താൻ പോകുന്നത്. പലപ്പോഴും അവരുടെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയെത്തും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഉചിതമായ മാറ്റങ്ങളൊക്കെ ഇവരുടെ ഈ ഒരു സമയത്ത് അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തുവാനായിട്ടും സാധിക്കും. അടുത്തത് ഇടവൻ രാശിക്കാരാണ്. ഇടവൻ രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം കൊണ്ടുവരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് ഇത് ജാതകത്തിലെ ശക്തമായ ഒരു സ്ഥാനമാണ്. ഈ മഹാലക്ഷ്മി രാജയോഗ ഈ ഒരു രാശിക്കാർക്ക് ഈ രാജയോഗത്തിൽ ധാരാളം ധനം അവരുടെ ജീവിതത്തിൽ തേടിയെത്തും. അതല്ലാതെ അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത പല തൊഴിൽ സംബന്ധമായ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് സാധിക്കും. ശത്രുക്കൾക്ക് അവരെ ഒരു തലത്തിലും തളർത്താനായിട്ട് സാധിക്കുകയില്ല. പല കാര്യങ്ങളിലും ഒരു നേതൃസ്ഥാനം വഹിക്കുവാനൊക്കെ ഈ ഒരു
രാജയോഗം നിമിത്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രതിസന്ധിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് പരിഹരിച്ച് ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാനും ഈ രാശിക്കാർക്ക് ഈ ഒരു സമയം വളരെയധികം ഉതകുന്ന സമയമാണ്. അതുപോലെ തന്നെ അടുത്ത രാശി കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം, ഈ ശിവരാത്രിയോടനുബന്ധിച്ച് വരുന്ന ഈ രാജയോഗം വളരെയധികം നല്ല നല്ല ഉയർച്ചകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. കൂടാതെ തൊഴിൽ, ബിസിനസ്, ഈ ഒരു സമയത്ത് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ആ തൊഴിൽപരമായിട്ടും ബിസിനസ്സുപരമായിട്ടുമൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വാഹന യോഗവും ആഡംബര വസ്തുക്കളുള്ള ഭ്രമവും എല്ലാം അവരിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് ഈ രാജയോഗം. അതുപോലെ തന്നെ ജോലികളിലൊക്കെ അവർക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് ഈ ഒരു സമയത്ത് സാധിക്കും. മാത്രമല്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുമെന്നാണ്. ആത്മാർത്ഥമായിട്ട് ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യുന്നതിനും ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവാക്കി അവരുടെ ജീവിതം മാറ്റുന്നതിനുമൊക്കെ ഈ ഒരു രാജയോഗ സമയം അവർക്ക് സാധിക്കും. അതിന് മഹാശിവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന മഹാലക്ഷ്മി യോഗം അവരുടെ ജീവിതത്തെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്